പിന്നെ ഓസ്ട്രേലിയയിലുള്ള ഒരു സുഹൃത്തുണ്ടാവുക എന്ന് പറയുന്നത് അത് ഏറ്റവും എളുപ്പം സാധിക്കുന്നതാണ്. പണ്ട് അത് അസാധ്യമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലമാണ്. സാമൂഹ്യപരമായ പ്രതിബദ്ധത വളരെ കുറഞ്ഞ ഒരു സമൂഹം ഒരു ഇടപെടൽ നടത്താതെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സമയം വീടിന്റെ ഉള്ളിൽ നിന്ന് അടിച്ചിറങ്ങി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. വീട്ടിലിരിക്കാൻ സമ്മതിക്കാതിരിക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. പണ്ടങ്ങനെയല്ലേ? പണ്ടെങ്ങനെയെങ്കിലും തെരുവിലിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബേജാറായിരുന്നു. ഇന്നിപ്പോ തെരുവിലേക്ക് പോയോ എന്ന് ചോദിച്ചിരുന്നു നമ്മുടെ രക്ഷിതാവ്. തെരുവ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വൃത്തികെട്ട വീടായിരുന്നു. ഇന്ന് നേരെ തിരിച്ചു വൃത്തികളൊക്കെ വീടിന്റെ അകത്താണ്. ഏറ്റവും വൃത്തികെട്ട സ്ഥലം നമ്മുടെ വീടിന്റെ ഉള്ളിലാണ്, പുറത്തല്ല, തെരുവല്ല. എല്ലാ തോന്നിയതും വീടിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് മുഴുവൻ വീടിന്റെ ഉള്ളിലല്ല. നമ്മുടെ ഇവിടെ തന്നെ ഇടുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഹൃദയം, ഇവിടെ തന്നെയാണ് എല്ലാ തോന്നിയതും. 44 ചാനൽ ഐഡിയ വരുന്നുണ്ട്. പിന്നെന്താ, എപ്പോഴും നമുക്ക് സിനിമയിലൂടെ, എപ്പോഴും നമുക്ക് ഐശ്വര്യ ആസ്വദിച്ചൂടെ? എപ്പോഴും എന്തു ആവാം, എല്ലാ അശ്ലീലവും എല്ലാ തോന്നിവാസവും നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആ ഒരു കാലത്തെ ഇസ്ലാമിക പ്രബോധനം ഒരു ഇടപെടൽ എന്ന് പറയുന്നതിൽ വളരെ വലിയ ജാഗ്രത വേണമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു മനസ്സുമായിട്ടിരിക്കണം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രബോധനങ്ങളും പോലെ, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്മുടെ സംഘടനാ പ്രവർത്തനം പോലെ നിങ്ങൾ അലസമായി ഇരുന്നുകൊണ്ട് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സമയം, ഒരു ഒഴിവ് സമയം, ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉപയോഗിക്കാം എന്ന് കരുതിയാണെങ്കിൽ നിങ്ങളൊരു തെറ്റി. നിങ്ങൾ പട്ടപ്പൊട്ടങ്ങളെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയും. നിങ്ങൾ വെറുതെ കഴിക്കും. ഈ സംഘടനയ്ക്ക് ഒരു ഭാരമാണ്. അതേസമയം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഗൗരവത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ആശയത്തെ ഈ സമൂഹത്തിലേക്ക് കൊടുക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയും, എങ്ങനെയാണ് നമുക്ക് പ്രയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു അസ്വസ്ഥതയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്നത്? പരിസരത്തെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. പരിസരത്തെ കുറിച്ച് അറിയുന്ന, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയുന്ന നിങ്ങൾക്ക് സ്വസ്ഥരായിരിക്കാൻ കഴിയില്ല. അസ്വസ്ഥതയാണ് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അറിയാതെ കൈ ചുരുട്ടിപ്പോണോ? പല്ല് കടിച്ചു പിടിച്ചാൽ ആ ഒരു വാക്കും പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇത് പറയില്ല. നിങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം